കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളത്ത് വലിയ പ്രതിഷേധമാണ്. അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല. രണ്ടുപേരാണ് കൺമുന്നിൽ മരിച്ചു കിടന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെ മൃതദേഹം ആറളത്തെത്തിച്ചു. നാട്ടുകാർ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ KPC അധ്യക്ഷൻ K. സുധാകരൻ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒക്കെ നാട്ടുകാർ തടഞ്ഞു. സർവകക്ഷി യോഗത്തിനെത്തിയ മന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയും കാണിച്ചു. ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ മതി. സജോ ദേവസ്യ വിവരങ്ങൾ സജോ, എന്താണ് എപ്പോഴും പ്രതിഷേധം കനത്തു വരുന്നോ? അത് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടോ? വലിയ പ്രതിഷേധം, നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികരായ വെള്ളിയുടെയും ലൈലയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ഫാമിൽ എത്തിച്ചിരുന്നു. ായും ആറളം ഫാമിനകത്ത് ഈ രണ്ട് ആംബുലൻസുകളും തടഞ്ഞിട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഇതുവരെയും ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനോ ചടങ്ങുകൾ പൂർത്തീകരിച്ച് സംസ്കരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടം മുതൽ വിവിധ ആളുകൾ ചർച്ചയ്ക്കായി എത്തി, ജനപ്രതിനിധികളെത്തി. പിന്നീട് കളക്ടർ, അല്പസമയം മുൻപ് കളക്ടറും ജില്ലാ കളക്ടർ അരുൺ K. വിജയനും റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാളും എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി, അവരുമായി ആശയവിനിമയം നടത്തി, ആവശ്യങ്ങൾ സംബന്ധിച്ച് അംഗീകാരം നൽകാമെന്നതൊക്കെ പറഞ്ഞു. പക്ഷേ അവർ മന്ത്രി തന്നെ നേരിട്ട് സ്ഥലത്തേക്ക് വരട്ടെ, തങ്ങളെ കേൾക്കട്ടെ, ഈ ആവശ്യങ്ങൾ ഇവിടെ തുടർച്ചയായി ഇങ്ങനെ മനുഷ്യജീവനുകൾ പൊലിയുന്നു, അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ കേൾക്കട്ടെ, അതിലൊരു ഉറപ്പ് നൽകട്ടെ, അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ആംബുലൻസുകൾ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും റൂറൽ പോലീസ് മേധാവിയും മടങ്ങിയിട്ടുണ്ട്. നിലവിൽ ആറളം പഞ്ചായത്ത് ഓഫീസ്, എടൂരിലെ ആറളം പഞ്ചായത്ത് ഓഫീസിൽ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. സർവകക്ഷി യോഗത്തിന് ശേഷം ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. അവിടെ എത്തി ഈ കാര്യങ്ങൾ ജില്ലാ കളക്ടർ തന്നെ വീണ്ടും മന്ത്രിയെ ധരിപ്പിക്കും. ജില്ലാ കളക്ടർ പറഞ്ഞത് മന്ത്രി തന്നെ അല്പസമയത്തിനകം ആറളം ഫാമിലേക്ക് എത്തും, പ്രതിഷേധിക്കുന്ന ആളുകളെ കാണും, അവരെ കേൾക്കും എന്നാണ് ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മണിക്കൂറുകളായി പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവരെയും തടഞ്ഞിരുന്നു. അതിനു മുൻപ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ആറളം ഫാമിന്റെ വനാതിർത്തിയിൽ തീ പിടിച്ചിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് അറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സ് സംഘം ഈ വനാതിർത്തിയിലെ തീ അണയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തിയിരുന്നു. ഫോഴ്സിന്റെ വാഹനം ഉൾപ്പെടെ തടഞ്ഞിട്ട് അവർ തിരിച്ചയക്കുകയാണ് ചെയ്തത്. പിന്നാലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തി. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അടക്കമുള്ള CPM നേതാക്കൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവരെയും തടഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളൊപ്പം KPCC അധ്യക്ഷൻ വഴിയിലൊക്കെ വിവിധയിടങ്ങളിലായി പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നു. പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ, വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ എത്തിയത്. അവരെയും തടഞ്ഞിട്ടു. പിന്നീടാണ് ജില്ലാ കളക്ടറും റൂറൽ പോലീസ് മേധാവിയും എത്തിയത്. പക്ഷേ അവരെയും തടയുകയാണ്. വലിയ തോതിൽ പോലീസ് ആദ്യഘട്ടത്തിൽ കാര്യമായ ബലപ്രയോഗത്തിന് മുതിർന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്കേഡ്, ഈ പ്രതിഷേധക്കാർ സൃഷ്ടിച്ച ബ്ലോക്കേഡ് നീക്കി മുന്നോട്ട് വാഹനങ്ങൾ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് സ്ത്രീകൾ ഒപ്പം ഈ സമരക്കാരും ഒക്കെ പൂർണ്ണമായി റോഡിൽ കുത്തിയിരുന്നു, ആ വാഹനം തടഞ്ഞുമൊക്കെ പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് എന്തെങ്കിലും ബലപ്രയോഗത്തിലേക്ക് പോയില്ല. പക്ഷേ മണിക്കൂറുകൾ ഏറെയാകുന്നു. മൃതദേഹങ്ങൾ സ്വാഭാവികമായി നമുക്കറിയാം ആദരവോടുകൂടി സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു വസ്തുതയായി നിൽക്കുമ്പോഴോ മനുഷ്യരുടെ വികാരത്തെയും അവർ കാലങ്ങളായി ഇവിടെ പുനരധിവാസ മേഖലയായി നൽകിയതിന് പിന്നാലെ ഈ കുറഞ്ഞ കാലങ്ങൾ പുനരധിവാസ മേഖലയായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം 16 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം 16 പേർ വന്യജീവി ആക്രമണത്തിൽ മാത്രം ഈ പുനരധിവാസ മേഖലയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ നഷ്ടമായിരിക്കുന്നു. അവർക്ക് ഇവിടെ ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ അവരുടെ കൃഷിയിടത്തിൽ, വീടിന് മുറ്റത്ത് ഒന്നും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ ആളുകൾ പറയുന്നത് ആനമതിൽ പ്രഖ്യാപനത്തിന് 3 വർഷമാകുന്നു. അതിന് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു, പക്ഷേ അത് പാതി വഴിയിലാണ്, അത് ഇഴയുകയാണ്. അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പിന്നീട് RRT സംഘത്തെ കൂടുതൽ നിയോഗിക്കുകയും പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്യണമെന്ന ആവശ്യം. ഫാമിനകത്ത് 60ഓളം
കാട്ടാനകൾ, അതായത് വനത്തിലല്ല ഈ പുനരധിവാസ മേഖലയിൽ മാത്രം 60ഓളം കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. ആ കാട്ടാനകളുടെ ആവാസ മേഖലയായി കൂടി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ തന്നെ ആനകൾ പെറ്റുപെരുകുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ കണ്ടിട്ടും കാണാതെ പോകുന്നുണ്ട് വനം വകുപ്പ്, പട്ടികവർഗ വകുപ്പ് എന്നതൊക്കെയുള്ള വിമർശനങ്ങൾ, പലതരം വിമർശനങ്ങൾക്കുണ്ട് അവർക്ക്. അങ്ങനെ അവർ ഉന്നയിക്കുന്ന വിവിധങ്ങളായ മിക്കവാറും ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത് വളരെ ജെനുവിനാണ് എന്ന കാര്യം നിസ്തർക്കമാണ്. കാരണം പുനരധിവാസ മേഖല 3500 ഏക്കർ ഭൂമി കണ്ടെത്തി ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി രാജ്യത്തെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണിത്. അവിടെ ധാരാളം പദ്ധതികളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്, പണം ചിലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ മനുഷ്യർക്ക് അവരുടെ ജീവന്, സ്വത്തിന് ഇവിടെ കൃഷി ചെയ്യാൻ, ഇവിടെ താമസിക്കാൻ, കുട്ടികൾക്ക് സ്വധൈര്യം വിദ്യാഭ്യാസത്തിന് പോകാൻ ഒക്കെ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകാരികമായ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നത്. 2 വയോധികരുടെ ജീവൻ കൂടി നഷ്ടമാകുമ്പോൾ അത് വൈകാരിക പ്രതിഷേധമായി അണപൊട്ടി ഒഴുകുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസാധാരണ പ്രതിഷേധത്തിലേക്കൊക്കെ അവർ പോകുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിൽ ഈ 13 ആനമതിൽ നിർമ്മാണം നീണ്ടുപോയത് കാട്ടാന ആക്രമണം കൂടാൻ കാരണമായെന്ന് വനമന്ത്രി തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള തെറ്റ് സമ്മതിക്കലാണ്. അപ്പോൾ ഈ ആനമതിലിന് അവിടെ സംഭവിച്ചത് എന്താണ്? അത് നേരത്തെ വന്നിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ 2 മരണങ്ങളും ഒഴിവാക്കാമായിരുന്നു എന്ന് അവിടുത്തുകാർ പറയുന്നുണ്ടോ? അവർ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമല്ലേ അപ്പോൾ സജോ? ഹാഷ്മിയും വനം മന്ത്രിയും ഒപ്പം പട്ടികവർഗ വകുപ്പ് മന്ത്രിയും ഒക്കെ ഈ കാര്യത്തിൽ പിഴവുണ്ടായി അല്ലെങ്കിൽ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ വെള്ളപ്പോക്കുണ്ടായി എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം സമ്മതിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിനും 100% എന്തെങ്കിലും ഒരു പരിഹാരം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നതൊക്കെ അപ്രായോഗികമാണ്. പക്ഷേ കൂടുതൽ സാധ്യമായ പരിഹാര മാർഗങ്ങളിലേക്ക് വേഗത്തിൽ നടക്കുക എന്നതാണ് സാധ്യമായ വഴി. അതിന് നിർദ്ദേശിക്കപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് ആനമതിലാണ്. അതിൽ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വനാതിർത്തിയിൽ മതിൽ സ്ഥാപിക്കുക എന്നതാണ്. അതിൽ ഇപ്പോൾ നേരത്തെയും വകുപ്പ് തന്നെയും മന്ത്രിമാരും ഒക്കെ പലതവണ ആവർത്തിച്ച് വിശദീകരിച്ച കാര്യം കരാറുകാരന്റെ കാര്യത്തിലുണ്ടായ പിഴവ്, മെല്ലെപ്പോക്ക്, അല്ലെങ്കിൽ കരാറുകാരൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ അല്ലെങ്കിൽ വേഗത്തിൽ പണി പൂർത്തീകരിക്കാനൊന്നും തയ്യാറാകാതെ പദ്ധതി ഇഴയുന്ന സാഹചര്യം ഉണ്ടായി. ആ കാര്യത്തിൽ സർക്കാർ ഇടപെടലൊക്കെ നടത്തുമ്പോഴും അക്കാര്യത്തിൽ പല സാങ്കേതിക തടസ്സങ്ങളും വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ബോധപൂർവ്വം പിഴവിലേക്ക് പോയില്ല. ഇങ്ങനെ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി ടെൻഡർ ചെയ്തതാണ്, പണം അനുവദിച്ചതാണ്. പക്ഷേ പിന്നീട് കരാറുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മോണിറ്ററിംഗ് ചെയ്യുന്നതിൽ പറ്റിയ പിഴവാണ്. അങ്ങനെ ഒരു കരാറുകാരനെ പറഞ്ഞു വിട്ടാൽ അടുത്തത് റീടെൻഡർ കരാർ പിന്നീട് കേസിലേക്കൊക്കെ പോകും. അങ്ങനെ വരുമ്പോൾ പദ്ധതി അനിശ്ചിതകാലത്തേക്ക് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അതേ കരാറുകാരനെ നിലനിർത്താൻ ശ്രമിച്ചതെന്നൊക്കെയാണ്. അങ്ങനെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ആ വിഷയം സംബന്ധിച്ചുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നു. അത് മാത്രമല്ല, പല നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി യുദ്ധകാല അടിസ്ഥാനത്തിൽ നിരന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെയും ആ നിലയ്ക്ക് ഉള്ള ഒരു ഫോക്കസ് ആറളം ഫാമിൽ ലഭ്യമായിട്ടുണ്ടോ എന്നത് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഫാമിൽ തന്നെ ആനകൾക്ക് തങ്ങാൻ അവസരം ഉണ്ടാകുന്നു, കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കുക, അങ്ങനെ വിപുലമായ പദ്ധതികൾ ആവശ്യമുണ്ട്. അതിന് നിരന്തരമായ ഇടപെടലുകൾ ആനമതിലടക്കം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇങ്ങനെ വൈകാരികമാകുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസി. ആറളം ഫാമിൽ നിന്ന് സജോ ദേവസിയാണ് നമുക്കൊപ്പം ചേർന്ന്. കനത്ത പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്.